ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഇതേ ബാക്കിൽ വാട്ടർ മെട്രോ ഒക്കെ പോകണണ്ട, അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വല വീശി മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു മൂഡാണ്. ഇതേ അപ്പോൾ അന്തോച്ചൻ്റെ എയർ തുടങ്ങി. അന്തോച്ചൻ്റെ ആദ്യത്തെ എയറിൽ തന്നെ ഒരു പിലോപ്പി ഏറിയ ഉണ്ടായിരുന്നു കേട്ടോ. അന്തോച്ചൻ മാത്രമല്ല, ഞാനുണ്ട്, അന്തോച്ചനുണ്ട്, ബിജു ഉണ്ട്. അപ്പോൾ അതെ ആദ്യത്തെ പിലോപ്പി മാത്രമല്ല കേട്ടോ, പുല്ലനും ഉണ്ട് കേട്ടോ. കണ്ട പുല്ലൻ രണ്ടും കൂടിയാണ് ഒരുമിച്ച് നമുക്ക് ആദ്യത്തെ വീശിൽ തന്നെ കിട്ടിയത്. ശേഷം നമ്മളിവിടെ ബിജു ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നു. ബിജുവിൻ്റെ ഒരു ഇറങ്ങുന്ന കണ്ടിട്ട് വന്നാലാ. ഇത് അങ്ങനെ ബിജു എറിഞ്ഞ് ബിജുവും പിടിച്ച് ഒരു പിലോപ്പീനെ കാണിച്ചു തരാം. ഈ ചേട്ടൻ വലിയൊരു സെലിബ്രിറ്റിയാണ്. പുള്ളി അങ്ങനെ ഫേസ് ഒന്നും കാണിക്കില്ല, അതാണ് മൊത്തം മൂടി വെച്ചാണ്. കണ്ണടയും കൂടി വേണോ? കണ്ണ് കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് തെങ്ങും തടിയൊക്കെ കൊണ്ടുവന്നാരും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തെങ്ങും തടി ഈ ഫ്രെയിമിൽ വന്നപ്പോൾ പ്രത്യേക ഒരു ഭംഗിയായില്ലേ നോക്കി കാണുമ്പോൾ. ഈ പച്ചപ്പും തെങ്ങും തടിയും ആ കായലും എല്ലാം കൂടി അല്ലേ, ഒരു പ്രത്യേക ഒരു ഭംഗിയായി കാണുമ്പോൾ. ഉണ്ട്. അന്തോച്ചൻ്റെ വലയുടെ കണ്ണി കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിലോപ്പിയാണോ ഇനി വേറെ എന്തെങ്കിലും കയറിയാണെന്ന് അറിഞ്ഞില്ല. എന്തായാലും അതൊക്കെ ഒന്ന് തുന്നണ വിഷയമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ടർ മെട്രോവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പുറത്ത് ബാർജി, ഇതത് കഴിഞ്ഞിട്ട് എടുത്താണ് കേട്ടോ ബാർജി. പിന്നെ നോക്കി ഭയങ്കര നല്ല വിഷയമാണ് ഇത്. അതിൻ്റെ ഇടയിൽ ഒരു ബാർജി അങ്ങോട്ട് പോയില്ലേ, ഞാൻ വാട്ടർ മെട്രോ വന്നേന്ന് ഡ്രൈവറോടെ, അതിൻ്റെ വാട്ടർ മെട്രോയുടെ ഡ്രൈവറോട് ഒന്ന് കയ്യൊക്കെ കാണിക്കാൻ കേട്ടോ. അതേറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഹായ്. ഞങ്ങളും കൊടുത്തു, ഒന്നും നോക്കിയില്ല. വെറുതെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ലേ, ചിരിയും കൈപൊക്കലൊക്കെ. അങ്ങോട്ട് കൊടുത്തേക്കണം, ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, ഇനി ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തേക്കണം. അതെ നമുക്കും തന്നെ ഉണ്ട്. കണ്ട നോക്കിക്കോട്ടാ, കണ്ട കുറേ അധികം ആൾക്കാർ ഇവിടെ വന്നേക്കുണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ നമ്മളും എടുത്ത് നമുക്ക് വന്നാണ്. പിന്നെ ഇവിടെ ഞണ്ട് കയറി അതിൻ്റെ ഇടയിൽ, അത്ര വലുതല്ല, നല്ലൊരു ഞണ്ട് കയറി. അങ്ങനെ പിടിക്കാൻ നോക്കിയാണെങ്കിൽ ഒരു രക്ഷയില്ല. ബുദ്ധിപരമായിട്ട് കൈക്ക് പിടിക്കാനുള്ളൊരു അതിൻ്റെ ഇടയിൽ ബിജുളിയൻ ഒരു വലിയൊരു പുല്ലിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പുല്ലൻ. അതിൻ്റെ ഇടയിൽ അപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആൻ്റണി ചേട്ടൻ വിളിച്ച് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നോക്കി അതിൻ്റെ കാലിൽ മന്തുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാലിൽ മന്തുള്ളൊരു പട്ടീനെ ലൈവ് അല്ലെങ്കിൽ നേരിട്ട് കാണുന്നത്. അപ്പോൾ അവനെ നമ്മൾ പിടിച്ച് നിർത്തി, അങ്ങനെ ബ്രെഡ് കൊടുത്തിട്ട് അവന് പോരാ, ഇങ്ങോട്ട് നോക്കണേ വേറെ കിറ്റിലോട്ട്. അതിനകത്ത് പഴമൊക്കെയാണ്, നമ്മൾ ഇറച്ചി ഉണ്ടാകുന്നൊക്കെ നോക്കിയാണ് കണ്ടത്. പക്ഷേ കുറച്ച് നേരം അങ്ങനെ കഴിക്കാണ്ടൊക്കെ നിന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആൾ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. ഈ മനുഷ്യരിലുള്ളവർ ഇതിൻ്റെ കാലിൽ ഇങ്ങനെ വന്നേക്കണം ഞാൻ ആദ്യമായിട്ടാണ്. അതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. വേറൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ സെപ്പറേറ്റ്. അങ്ങനെ അടുത്തൊരു ബാർജ് വന്നുണ്ട്. അവൻ ബാർജ് വരുമ്പോൾ നമ്മുടെ ബിജു വലയേറിയാൻ നിൽക്കണേണ്. ആ ബാർജ് അങ്ങോട്ട് പോയില്ല. അതെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാട്ടർ മെട്രോ ഇത് നോക്കി, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാട്ടർ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ബിജു എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു വലയായിരുന്നു രസമായിട്ട്. പുള്ളി പതുക്കെയൊക്കെ തോന്നിയ പോലെയൊക്കെ എടുക്കുകയാണ്. അതിൽ മീനില്ലെന്നും പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്തൊരു കിടിലൻ ബ്രാലി കയറി, അതായത് മയിൽവാഹ. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സാധനം കയറുന്നു. അത് ഇടയ്ക്ക് യാദൃശ്യമായിട്ടൊക്കെ വന്ന് കയറണം. എന്തായാലും നമുക്കും കിട്ടിയൊരു മയിൽവാഹ. അപ്പോൾ അതിനെ കാണിച്ചു തരാം. എടുത്തിട്ട് അത് ഡങ്കീസൊക്കെ അത്യാവശ്യം പൊട്ടിച്ചിറങ്ങി അതിൻ്റെ കണ്ണി പൊട്ടിച്ച് വെച്ച് എങ്ങനെയാണെന്ന് പറയണ്ട ആൻ്റണി ചേട്ടൻ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി വേണമെങ്കിൽ ഫേസ് കാണിക്കാം കേട്ടോ. അല്ല ഇനി വേണമെങ്കിൽ ഫേസ് കാണിക്കാം. ബ്രാലി കണ്ണി പൊട്ടിയ ഉടക്കി പോയതുകൊണ്ടാ പോവാഞ്ഞെന്ന് തോന്നണ്ട. പിടിച്ച് നോക്കിക്കാനൊന്നും കാണിച്ചു കണ്ട മോനെ. വീണ്ടും കിടിലൻ പിലോപ്പി. എത്ര ഉണ്ട്? ഒരെണ്ണമുള്ളത് വലുതാണ്ട്, നല്ല സൈസാണ്. വലിപ്പം കണ്ട കണ്ടതേ വീണ്ടും സെയിം സാധനം തന്നെ വീണ്ടും വലിപ്പമുള്ള.
ആ ഉണ്ട് ആ ഹാട്രിക് അടിച്ചല്ല അതൊക്കെ ഇട്ടാണ്ടിരിക്കണായിരുന്നു. എൻ്റെ ഇടയിലാണ് അന്തോച്ചൻ്റെ ഒരു കയറി അല്ലേ 15 വീശി 17 വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ 3ാമത്തെ വീശിലും കയറി 3ാമത്തെ കയറിയിട്ടുണ്ട്. ആ കൊല്ലിയെടുത്തു മുള്ളുകൊണ്ട സീനാണ്. കോമഡി അല്ല ഇത്ര നേരം കിട്ടാണ്ടിരുന്ന് കിട്ടിയ കഴിഞ്ഞാൽ പോരെ അല്ലേ. വെള്ളം വെറുതെ ഇന്ന് കുറേ നടുക്ക് മാത്രം ഉണ്ടായിരുന്നു. എന്നൊക്കെ ഏറ്റാൻ പറ്റും. ആ വീണ്ടും എല്ലാം പൊന്നാ സൈസ്. അയ്യോ എന്താണ് 15 വീശിൽ 15 പിടിക്കുമെന്നാണോ? 4ആയി നോക്കാം നമുക്ക്. 2 ഒരുമിച്ച് അല്ല കടന്നു തീർക്കാനുള്ള പരിപാടിയാണോ? 5 6 കിട്ടാത്തതിൻ്റെ. ബിജുവിനെ അറിയോ നിങ്ങൾ തമ്മിലറിയോ? രഞ്ജിത്തും അതായത് നോക്കിയേ കടന്നു തീർത്തുകൊണ്ടിരിക്കണ്ട. 5 6 കിട്ടിയില്ല. 2 വെച്ചാൽ കിട്ടും. കിട്ടാ ഒരു പ്രാവശ്യം കിട്ടാണ്ടുള്ളൂ. അപ്പോൾ ആ കട തീർന്നു. അപ്പോൾ ഇതിലും കൂടി കിട്ടിയാൽ അല്ലേ. ഞാൻ അവിടുത്തെ 2 വീശായിരുന്നു ഓർത്ത്. അതിനിടയിൽ ഫോണിൽ പോയതുകൊണ്ട് വീണ്ടും 2 3 അടിപൊളി അടിപൊളി അടിപൊളി. ഇനിയിപ്പോൾ പോകേണ്ടവരില്ലപ്പാ ഇങ്ങനെയാണെങ്കിൽ. അടിപൊളി കണ്ട ഒന്ന് കാണിച്ചേ. കൊള്ളാം കൊള്ളാം. കൊള്ളാം. വല്ല വലിപ്പമുള്ള കീട് നോക്കിയ സൈസ് നോക്കിയ. അയ്യോ 2 ഉണ്ടല്ലേ. ഒരു മിനിറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ സൈസ് ഇത് നോക്കി. അതിൻ്റെ ഒപ്പം എൻ്റെ കാല് വെച്ചാ വ്യത്യാസം നോക്കി. ഈ കൈ വെക്കുകയാണെങ്കിൽ ഇതുണ്ട് ഇത്രേ ഉള്ളൂ. നോക്കി ഇത്രേ ഉള്ളൂ. ഒരു കൈ കൂടെ വെക്കണ്ടല്ലോ. ഇതെടുക്കാൻ പറ്റില്ല കേട്ടോ. ചേട്ടാ എടുത്തു. ഇവിടെ കാണിച്ചേ. അണ്ട വലിപ്പം നോക്കി ഇത്ര ഉള്ളൂ. മനസ്സിലാട്ടാ പിടിച്ച പിരോപ്പി നോക്കി വലിപ്പമുള്ള പിരോപ്പിയും അവരാലും കൂടി വേറെ കുറ്റിയിലിട്ടാണ് നോക്കി. എന്ത് സൈസാണ് കിട്ടിട്ടൊന്നും പറയല്ല. നമുക്ക് ഏറ്റവും വലിയ പിലോപ്പി കിട്ടിയത് കിടക്കണണ്ട ഇവരാലും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് നോക്കിയേ വീഡിയോ. അങ്ങനെയല്ല കേട്ടാ. സെലിബ്രിറ്റി ബിജു ഫേസ് കാണിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വെണ്ണലിൽ ഒന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്ക് വെറുതെ കാണിക്കട്ടെ. അതെ ബിജു സൂപ്പർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ആയിട്ടൊക്കെ ഇതുപോലുള്ള കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.